ഹലോ വയ്യ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ സഞ്ചി നോക്കി എങ്ങോട്ടാണെന്നായിരിക്കും അല്ലേ. ഞാൻ പോകേണ്ട ആവശ്യങ്ങൾക്ക് ഞാൻ തന്നെ പോകണ്ടേ. എനിക്ക് ഇന്ന് അയൽക്കൂട്ടത്തിൽ ചെറിയ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഞായറാഴ്ചത്തെ അയൽക്കൂട്ടം മാറ്റി തിങ്കളാഴ്ച ആക്കിയെന്ന്. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് അതായത് ഇന്നലത്തെ അയൽക്കൂട്ടം ഇന്നായിരുന്നു, അപ്പോൾ അതിനും വേണ്ടിയിട്ട് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇക്കാരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇക്ക നേരെ ചന്തയിൽ മീൻ എടുക്കാൻ പോയി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ മീനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തൊക്കെ മീനാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇന്ന് മീൻ കുറവാണ്, ആകെ 2 ഐറ്റമേ ഉള്ളൂ. ആദ്യം പോയി കളിച്ചത് ഐസിലാണ്. കുഞ്ഞിലേ തൊട്ട് അങ്ങനെ തന്നെ മീൻ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഐസിലിങ്ങനെ തൊട്ട് തലോടിയും നിൽക്കുമായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ആരും പേടിക്കാണ്ട് നോക്കാമല്ലോ, തൊട്ട് കളിക്കാമല്ലോ, ആരും വഴക്കൊന്നും പറയില്ലല്ലോ. അപ്പം ഒരു ഐറ്റം മീൻ ചൂരയാണ്. നമ്മളിവിടെ ഇതിനെ എലിച്ചൂര എന്നാണ് പറയണത്. അത് ഞാൻ എടുത്ത് നോക്കി. പിന്നെ റംസാൻ കാണുമെന്ന് പറഞ്ഞാൽ റംസാനും കാണിച്ചു കൊടുത്തു. പിന്നെ ഒരൈറ്റം ചാള മീനാണ്. അപ്പോൾ ഇന്ന് ഇത് രണ്ടേ ഉള്ളൂ. പിന്നെ നേരെ അകത്ത് പോയി കട്ടണൊക്കെ എടുത്തുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ പണിയായുധങ്ങളൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോഴത്തേക്കും എൻ്റെ റംസാൻ ഇവിടെ കിടന്ന് ഐസ് കുത്തി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോന്നാ ഒരു പരിചയമുള്ള അണ്ണാ കുഞ്ഞിനെ വരയ്ക്ക് എന്നെ പഠിപ്പിക്കേണ്ടത്, അതുപോലത്തെ അവസ്ഥയായിരുന്നത്. എന്നിട്ട് കട്ടണം കുടിച്ച് ഞങ്ങൾ നേരെ അയൽക്കൂട്ടം ഉള്ളിടത്ത് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ചേട്ടത്തിയും പിള്ളേരും കൂടെ ഒരു കടയിൽ കയറി പിള്ളേർക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കയറിയ ഉടനെ കട്ടന് വെള്ളം വെച്ചു, കട്ടനും ഇട്ട് ഇക്കര വാപ്പായും നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് കട്ടൻ കുടിച്ച് ബിസ്ക്കറ്റും എന്തോ ഒരു മടക്കായിരുന്നു, ഇതിൻ്റെ പേരെന്ന് പറയത്തില്ല. ഇത് ഭയങ്കര കട്ടിയാണ് സാധാരണ, ഇന്ന് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. പല്ലില്ലാത്തവർക്കൊരു ചവച്ച് തിന്നാനുള്ള പരുവത്തിലിരിക്കുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിച്ചപ്പോഴത്തേക്ക് ചേട്ടത്തി പോയിട്ടുണ്ടായിരുന്നു. ചേട്ടത്തിൻ്റെ അച്ഛൻ വന്ന് ചേട്ടത്തിയെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ എൻ്റെ 2 പിള്ളേരും മാത്രമായി, രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ബഹളങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം, കുറേ അല്ല, ഏകദേശം രാത്രി 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക തിരിച്ച് മീൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചാള കുറച്ചുണ്ട്, അതിൻ്റെ ഇടയിൽ കിടന്നൊരു കൊഞ്ചാണ്, അതിനടുത്ത് റംസാൻ കളിക്കാൻ കൊടുത്തു. ചൂര പിന്നെ 4 എണ്ണയേ ഉള്ളൂ. അപ്പോൾ ഇക്ക ഒതുക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും ഒരാൾ മീൻ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ ഈ കൊടുക്കുന്നത് 100 രൂപയുടെ ചാള മീനാണ്. ഇത് എനിക്ക് നല്ല ലാഭമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇത്രയും മീനൊക്കെ 100 രൂപയ്ക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ ഒരു കണക്കനുസരിച്ച് തിരുവനന്തപുരത്ത് ഒരു കുറച്ച് ഉൾപ്രദേശങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മീൻ അത്യാവശ്യം തൂക്കി തന്നെയാണ് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇത്ര ലാഭത്തിന് കിട്ടൂല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ടാറ്റാ ബൈ ബൈ, സീ യു.